പോകാമായിരുന്നു. അതിനെന്താ മോളെ, പോകാലോ. ജാനകി, എടി ജാനകി, വിളിക്കണ്ട, ഞാൻ വിളിച്ചാൽ കേട്ടൂടെ? എടി ജാനകി. മമ്മി, ഇതിന് അവർക്ക് തക്കതായ പണിഷ്മെന്റ് എടുക്കണം, അല്ലാതെ മമ്മിന് അവർക്കൊരു വിലയുണ്ടാവില്ല. യെസ് മോളു, യു ആർ റൈറ്റ്. നിന്നെ എത്ര നേരം ഞാൻ വിളിക്കുന്നു? നിനക്കെന്താ അവിടെ പണി? കണ്ടോ മമ്മി അവള് പറയുന്നത്? എന്ത് മോളേന്നോ? ആരുടെ മോള്? ഞാൻ നിങ്ങളുടെ മോളൊന്നുമല്ല, എന്നെ മാഡം എന്ന് വിളിച്ചോളണം. നമ്മൾ ഔട്ടിങ്ങിന് പോവുകയാണ്. നമ്മൾ വരുന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം അടിച്ച് തുടച്ച് വെച്ചോളണം, കേട്ടോ? വാ മോളെ. ആ ശരി, ഇവിടെ നിർത്തിക്കോ. ഓക്കെ മാഡം. മമ്മി, നമുക്ക് ഇവിടെ കയറിയാലോ? യെസ് മോളെ, ഇതാണ് 5 സ്റ്റാർ ഹോട്ടൽ. നമ്മളെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെയാണ് കയറുന്നത് നല്ലത്. വരൂ, കമോൺ, നമുക്ക് പോകാം. ഹേയ്, anybody is here? ഹലോ, ഇവിടെ ആരുമില്ലേ? യെസ് മാഡം, എന്താണ് വേണ്ടത്? എടാ, തന്നെ ഞാൻ എത്ര നേരം വിളിക്കുന്നു. താൻ ഇത്ര നേരം എവിടെയായിരുന്നു? എന്റെ ചെവി എന്താ പൊട്ടിപ്പോയോ? മാം, അത് പിന്നെ ഞാൻ ഒന്നും പറയണ്ട, എല്ലാം ചെയ്തു വെക്കും, എന്നിട്ടൊരു ന്യായവും. ഞാൻ എന്തായാലും ഇത് നിങ്ങളുടെ മാനേജറോട് കംപ്ലൈന്റ് ചെയ്യും. വേണ്ട മാം, ഞാൻ കഷ്ടപ്പെട്ടാണ് ജോലി എടുക്കുന്നത് ഇവിടെ. എത്രയോ കഷ്ടപ്പെട്ടാണ് ഈ ജോലി കിട്ടിയത്. പ്ലീസ് മാം. ഞാനൊന്ന് ആലോചിക്കാം. മാം, എന്നാ മാമിനെന്താ വേണ്ടത്? ചായ, കാപ്പി? വാട്ട്? ചായയും കാപ്പിയോ? എന്നെ പോലെ ഈ റിച്ചായ എന്നോട് നീ ചായയും കാപ്പിയാണോ ചോദിക്കുന്നത്? എനിക്ക് ജ്യൂസോ ഷേക്കാട്ടല്ലേ ചോദിക്കേണ്ടത്? പിന്നെ പോയി ജ്യൂസോ ഷേക്കോ എടുത്തിട്ട് വാ. ചായയും കാപ്പിയോ അത്രേ. ഞാൻ എന്താ ചെയ്ത്? അത് കലക്കി മമ്മി. പിന്നെ അല്ലാതെ ഇവയെ പോലത്തെവയോടെല്ലാം നല്ലവണ്ണം നിന്നാലില്ലേ നമ്മുടെ തലയിൽ കയറും. നമ്മൾ റിച്ച് അല്ലേ, നമ്മളങ്ങനെ താന്നു കൊടുക്കുകയൊന്നും ചെയ്യാൻ പാടില്ല, കേട്ടോ മോളെ? യെസ് മമ്മി, ഇവരെ പോലത്തെവരോട് എനിക്ക് വെറുപ്പാണ്. അങ്ങനെ വേണം മോളെ. ഇപ്പോഴാണ് നീ എന്റെ മോളായത്. മാഡം. എന്താടോ? അല്ല മാഡം, മാഡത്തിനും മോക്കും ഏത് ജ്യൂസാ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. മോളോ? ആരുടെ തന്റെ മോൾ? എന്നെ മാഡം എന്ന് വിളിച്ചോളണം. ശരി മാഡം, എല്ലാ 2 മാഡത്തിനും എന്താ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. എടോ, തന്നോടല്ലേ പറഞ്ഞത് ജ്യൂസാ വേണ്ടതെന്ന്? അയ്യോ, അതല്ല, ഏത് ജ്യൂസാ വേണ്ടത്? ഇവിടെ ഏതെല്ലാം ജ്യൂസ് ഉണ്ടോ അതിൽ ഏറ്റവും എക്സ്പെൻസീവായ ജ്യൂസ് കൊണ്ടുവാ. ശരി മാഡം. ഹലോ. യെസ് ആണ്, എമില തന്നെയാണ്. ആരായിരുന്നു? ഓഹോ, ആടി നീയോ? എത്ര കാലാടി കണ്ടിട്ട്? എപ്പോ? നാളെയോ? ഹോ, ഗുഡ്. എന്താണ് നാളത്തെ എനിക്ക് പോരെ കേട്ടോ. ഓക്കെ. മമ്മി ആരാ? മോളെ ലൂസി ആൻറ്റിയാണ്. ലൂസി ആൻറ്റിയാണോ? മമ്മി എനിക്ക് തരുമോ ഫോണ്? ലൂസി, ഒരു മിനിറ്റ്, ഞാൻ ഈ മോൾക്ക് കൊടുക്കാം. മോൾക്ക് വേണം പോലെ ഫോൺ. മമ്മി, എനിക്ക് ആൻറ്റിൻ്റെ ഫോണല്ല വേണ്ടത്, ജൂലിക്ക് കൊടുക്കാൻ പറ. എന്നാലും നീ ജൂലിക്ക് കൊടുക്ക്, ജൂലിന് പോലും വേണ്ടത്. ഹലോ ജൂലി, നീ എപ്പാടി വരുന്നത്? നിന്നോട് എനിക്കൊരു സീക്രട്ട് പറയാണ്ടേ, വേഗം വരണേ കേട്ടോ. മക്കൾ തമ്മിൽ എന്തെങ്കിലും സീക്രട്ട് ഉണ്ട്, നമ്മൾ അവരുടെ പ്രൈവസിക്ക് ഇടപെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫോൺ വാങ്ങിച്ചു കൊടുത്തത്. ബട്ട് ലിലിക്കൊച്ച് അതൊന്നും യൂസ് ചെയ്യുന്നില്ലാന്നേ, എന്താണെന്നറിയില്ല. കുറച്ചും കൂടി റേറ്റ് കൂടിയ ഫോൺ വാങ്ങിച്ചു കൊടുക്കാതെയായിരിക്കും. അവൾക്ക് iPhone 15 ആയിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നെ ഇപ്പോൾ സാംസങ് 23 അൾട്ര ഇല്ലേ, അതാണ് വേണ്ടെന്നാണ് പറയുന്നത്. ആർക്കറിയാം എന്താണെന്ന്. നമുക്കെന്തായാലും ഏറ്റവും റേറ്റ് കൂടി തന്നെ ഇന്ന് പോയിട്ട് ഞാൻ വാങ്ങണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നീ മകൾക്ക് ഏതാ വാങ്ങിച്ചു കൊടുത്തത്? ദാറ്റ്സ് ഗുഡ്. സെയിം ഫോൺ ആണെങ്കിൽ നല്ലതാണ്. അവർക്ക് 2 പേർക്കും ഒരുമിച്ച് മിറർ സെൽഫിയൊക്കെ എടുക്കാമല്ലോ. അതിനുള്ള സൗകര്യമൊക്കെ ഞാൻ ചെയ്തു വെച്ചോളാം. എന്നാൽ ഓക്കെ, ഞാൻ വീണ്ടും വിളിക്കാം. ഞാൻ കഫേയിലാണ് ഉള്ളത്, 5 സ്റ്റാർ കഫേയിൽ. എന്നാൽ ഓക്കെ മാഡം. എന്നാ ഓക്കെ. എടോ, ഇങ്ങനെയാണോ കസ്റ്റമേഴ്സിനോട് ബിഹേവ് ചെയ്യേണ്ടത്? അതല്ല എന്നെ പോലത്തെ ഇങ്ങനത്തെ റിച്ച് ആയ കസ്റ്റമേഴ്സിനോട്. എന്താണ് മാം, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒരാൾ സംസാരിക്കുന്ന കണ്ടുകൂടെടാ നിനക്കൊന്നും? കാണുമില്ലാതെ വന്നോളൂ. മാം, ജ്യൂസ്. അവന്റെ ജ്യൂസ് നീ തന്നെ എടുത്ത് കുടിച്ചോ, എനിക്കൊന്നും വേണ്ട നിന്റെ ജ്യൂസ്. വലിക്കൊച്ച, നമുക്ക് ഇവിടുന്ന് പോകാം. യെസ് മമ്മി, കം ഓൺ. ഇതറിഞ്ഞ എന്റെ പണി പോകുമല്ലോ. ബോസ് ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആ ജ്യൂസിന്റെ കഷ്ണം ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കും? ആ ജ്യൂസ് വെറുതെ അടിച്ചെന്ന് പറഞ്ഞാൽ ബോസ് എന്നെ അടിച്ച് കൊല്ലും. ഇനി ഞാൻ എങ്ങനെ എൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകും? ഞാൻ അവരോട് എന്താ ചെയ്തത്? ഞാൻ നല്ല രീതിക്ക് മാഡം തന്നെയല്ലേ വിളിച്ചത്. എടാ രാജു,